ഹലോ വെൽക്കം വെൽക്കം ടു കൊക്കോ ഓർഗാനിക്സ്. ഇതൊരു ഫ്രൂട്ടാണ്. ഇത് എന്ത് ഫ്രൂട്ടാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? ഇറ്റ്സ് നൺ അതർ ദാൻ ജാം ഫ്രൂട്ട്, ലൈക്ക് ഇന്ത്യൻ ബ്ലാക്ക്ബെറി എന്ന് പറയും, നവാപ്പഴം എന്ന് പറയും. ഇതൊന്നല്ല, ഇത് ഞാൻ മരത്തിൽ നിന്ന് ഇവിടെ അടുത്ത് മരമുണ്ട്. അപ്പോൾ കുറച്ചൊക്കെ പറിച്ചത് താഴെ ഞാൻ ചാക്ക് വിരിച്ചിട്ട് പറിച്ചതാണ്. കുറേയൊക്കെ താഴെ വീണു. കുറച്ചൊക്കെ നമ്മൾ പറിക്കുമ്പോൾ എന്താ പറയുക, അങ്ങനെ കൈ ഇതായി പോയി, ഒരുപാട് പഴുത്ത് പോയി. അതാണ് എത്തി പറിക്കേണ്ടി വന്നു, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇന്ന് ഇത് കാണിക്കുക. ഇത് ഏറ്റവും വളരെ എന്താ പറയുക, ഒരു വളരെ നല്ല ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടിയാണ്. നമ്മുടെ റിങ്കിൾസ് ഇല്ലാണ്ടാക്കും, ബ്ലെമിഷൻസ് ഇല്ലാണ്ടാക്കും. അതേപോലെ സ്കിന്നിന് നല്ല സ്കിൻ ടോൺ, ഈവൻ ടോൺ ആയിട്ട് നല്ല ഗ്ലോയിങ് തരും, വൈറ്റനിങ്, ഏക്നെ റിമൂവിങ്, എവറിത്തിങ്. അപ്പോൾ ഇതെല്ലാം ഒരു എന്താ പറയുക, ഇതിൽ ഇറ്റ്സ് എൻറിച്ച്ഡ് വിത്ത് വൈറ്റമിൻ, വളരെ ഒരു ഇറ്റ്സ് എൻറിച്ച്ഡ് വിത്ത് വൈറ്റമിൻ സിയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും, ഏകദേശം എല്ലാവർക്കും അറിയാം. അതിപ്പോൾ നമ്മൾ എത്ര എടുത്തെടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. വളരെ നല്ല ഒരു ഏജിങ് സൈൻസ് റിമൂവ് ചെയ്യുന്ന ഒരു വളരെ സ്കിൻ വൈറ്റനിങ് ഉണ്ടാക്കുന്ന, എഗെയിൻ ഐ എം ടെല്ലിങ് ദ സെയിം തിങ്, ഉണ്ടാക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. അപ്പോൾ ഈ ഫ്രൂട്ട് വെച്ചിട്ട് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് കൃഷ്ണപങ്കജം, ദാറ്റ് ഈസ് കൊക്കോ ഓർഗാനിക് കുലായമോ ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ല സോപ്പ്. നമ്മുടെ മെയിൻ പ്രോഡക്റ്റ് സോപ്പാണ്. സോ എഗെയിൻ ഫ്രം ദിസ് ഫ്രൂട്ട് വി ആർ മേക്കിംഗ് സോപ്പ്. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പ്രോസസ്സിങ്, ഇത് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ക്യൂറിങ് പ്രോസസ്സൊക്കെ കഴിയുമ്പോൾ കുറേ ദിവസങ്ങൾ കഴിയും കേട്ടോ അത് അപ്ലോഡ് ചെയ്യാനായിട്ട്. So stay tuned. Hey, hello. So here is the jam fruit or Indian blackberry or navapadam. Puree of the navapadam. ഓക്കെ, ഇത് വെച്ചിട്ടാണ് നമ്മൾ, ഇത് ഞാൻ കുറച്ച് തിക്കായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിത് കൂളിംഗ് പ്രോസസ്സിൽ ചെയ്യാനുള്ള ഒരു ഇതുണ്ട്. ഒന്നുകൂടെ ഒന്ന് കട്ടിയാവും. ഞാനതിൽ വെള്ളം ചേർത്തില്ല ഒരുപാട്, ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ടാണ്. സോ വാട്ട് എവർ വി ക്യാൻ, ഇങ്ങനെ വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക്. അപ്പോൾ ഓക്കെ, ഇനി നമുക്കിതിന് സോപ്പ് മേക്ക് ചെയ്തതിന് ശേഷം ഞാൻ വീഡിയോ ഇതിന് കൂടെ അറ്റാച്ച് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഇന്ത്യൻ ബ്ലാക്ക്ബെറി സോപ്പ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇതിലുണ്ടായിരുന്ന ലൈ എല്ലാം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ഈ നൂര പോകാനായിട്ട് ഇതാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഇത് വേറെ ഒന്നുമല്ല, റബ്ബിങ് ആൽക്കഹോളാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളിതിൽ സ്പ്രേ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതിൽ നൂരെല്ലാം പോയി കിട്ടും. ഇതിൻ്റെ കളർ എന്താണെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ഇതിനൊരു ഡിഫറെൻറ്റ് കളറാണ്. എന്തായാലും ആ ബ്ലാക്ക്ബെറിയുടെ കളർ തന്നെയാണ് ഇതിന്. പക്ഷേ എങ്കിലും നമ്മളതിൽ ചേർത്തിട്ടുള്ള ഓയിൽസിൻ്റെയും പിന്നെ വേറെ കണ്ടൻസ്, ബട്ടർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തതിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, രാവിലെ ആയിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ മുകളിൽ നിന്ന് റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ക്യൂറിങ് പ്രോസസ്സിൽ വെക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഓക്കെ, ടാറ്റാ, താങ്ക് യു. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബ്ലാക്ക്ബെറി സോപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതാ, ഇപ്പോൾ നമ്മളിത് അൺമോൾഡ് ചെയ്യാണ്. ഇതിനൊരു എന്താ കളറെന്ന് പറയുന്നത്, ഇത് 100 ഗ്രാംസിൻ്റെ സോപ്പാണ് കേട്ടോ. ഇതെന്ത് കളറാണ് എന്നുള്ളത്, ഒരു വെറൈറ്റി കളർ എന്നത് നമുക്ക് പീക്കോക്ക് ഗ്രീനിഷ് കളറായിരുന്നു, പീക്കോക്കിൻ്റെ ഒരു ഗ്രീൻ കളറായിരുന്നു ഇതിന് വന്നിട്ടുണ്ടായിരുന്നത്. എന്താ പറയുക, ആ കളർ തന്നെ ആണെന്ന് വിശ്വസിക്കണു. ഇതിപ്പോൾ നൈറ്റ് ടൈമാണ് ഞാനിത് അൺമോൾഡ് ചെയ്യണത്. നമുക്ക് ഡേ ടൈമിൽ എങ്ങനെ കളറാണെന്ന് നോക്കാം. ഇനിയിപ്പോൾ ആ കളർ തന്നെയാണോ ഇല്ല ആ ബ്ലാക്ക്ബെറിയുടെ കളർ തന്നെയാണോ എന്നുള്ളതും അറിയില്ല. ഇനി ഇറ്റ്സ് ലുക്കിംഗ് ഗുഡ്. നല്ല, എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായത്. സോ ഇത് ആവശ്യമുള്ളവർ ഇതിൻ്റെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ വീഡിയോയിലും സ്ക്രോൾ ചെയ്യുന്ന വാട്സപ്പ് നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. കൊക്കോ ഓർഗാനിക് സോപ്സ്. ഓക്കെ, താങ്ക് യു, ടാറ്റാ.